നന്നായി ഭക്ഷണം കഴിച്ചാൽ ഒരു ക്ഷീണം പോലെ ഒരു മയക്കം പോലെ നമുക്ക് ഇടയ്ക്ക് വരാറുണ്ട്. എന്നാൽ ചില ആളുകളിൽ എപ്പോൾ ഫുഡ് കഴിച്ചാലും ഒരു മയക്കം പോലെ പ്രത്യേകിച്ച് ഉച്ച സമയങ്ങളിലൊക്കെ വരാറുണ്ട്. ഇതൊരു രോഗലക്ഷണമായിട്ട് വരാറുണ്ട്. ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ ലക്ഷണമാണത്. അതായത് ഡയബറ്റിസ് വന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നർത്ഥം. ഇതിനെ പറയുന്ന പേര് റിയാക്റ്റീവ് ഹൈപ്പോഗ്ലൈസീമിയ എന്നാണ്. ഭക്ഷണം കഴിച്ചാൽ ബ്ലഡിൽ ഗ്ലൂക്കോസ് കൂടും. ആ ബ്ലഡ് ഗ്ലൂക്കോസിന് ആനുപാതികമായിട്ട് നമ്മുടെ ബോഡി ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഇത് കാരണം നമ്മുടെ ബ്ലഡിൽ ഷുഗർ ലെവൽ താഴ്ന്നു പോകുന്ന കണ്ടീഷനാണ് റിയാക്റ്റീവ് ഹൈപ്പോഗ്ലൈസീമിയ. ഇങ്ങനെയുള്ളവർ ഈ ഒരു കണ്ടീഷൻ മാനേജ് ചെയ്യണം. ഇൻസുലിൻ റെസിസ്റ്റൻസ് നമുക്ക് റിവേഴ്സ് ചെയ്യണം. ഡയബറ്റീസ് വരാതെ നോക്കണം. അതിനുവേണ്ടി ചെയ്യേണ്ടത് കാർബോഹൈഡ്രേറ്റ് മാക്സിമം കുറച്ചിട്ട് പ്രോട്ടീൻസും ഫൈബേഴ്സും കൂട്ടുക എന്നുള്ളതാണ്. പ്രോട്ടീൻസ് അഥവാ ചിക്കൻ, മീറ്റ്, മുട്ട, പയർവർഗ്ഗങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപ്പേരികളൊക്കെ ആയിട്ട് റീപ്ലേസ് ചെയ്യുക. ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഐറ്റംസ് കൂടുതൽ കഴിക്കുക. വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു ബാലൻസ്ഡ് മീറ്റ് ആയിട്ട് ഉച്ച സമയങ്ങളിൽ കഴിക്കാം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുള്ള ആളുകൾ ഫുഡ് കഴിച്ച ഉടനെ ഒരു ചെറിയ തോതിലുള്ള എക്സസൈസ്, ചെറുതായിട്ടൊന്ന് കുറച്ച് സമയം നടക്കുകയോ അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള എക്സസൈസുകൾ ഫുഡ് കഴിച്ച ഉടനെ ചെയ്യുന്നത് നല്ലതാണ്. ഇൻസുലിൻ്റെ സ്പൈക്ക് നമുക്ക് കുറക്കാൻ പറ്റും. ഈ റിയാക്റ്റീവ് ഹൈപ്പോഗ്ലൈസീമിയ തടയാനും പറ്റും. സോ ഈ ഒരു സിംറ്റം നമുക്കൊരു വാർണിംഗ് സൈനാണ്. നമ്മുടെ ഡയറ്റൊക്കെ നല്ല രീതിയിൽ നോക്കണം. ഡയബറ്റീസ് വന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ആദ്യ ലക്ഷണമാണിത്.